ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഷോയിങ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ ബീങ്സ്. എന്താണ് മനുഷ്യ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇൻഫാൻസി ആണല്ലേ, എന്താണ് ശൈശവം, ചൈൽഡ്ഹുഡ് എന്താണ് ഒരു ബാല്യം അല്ലെ, പിന്നെ അഡോളസൻസ് എന്താണ് കൗമാരം, പിന്നെ അഡൽട്ട്ഹുഡ് എന്താണ് പ്രായപൂർത്തി അല്ലെ, ഓൾഡ് ഏജ് എന്താണ് വാർദ്ധക്യം. ഓക്കെ, ഓഫ് ദീസ് വാട്ട് സ്റ്റേജസ് ഡു യു ബിലോങ് ടു? റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് യുവർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. ഇത് നിങ്ങൾ ഏത് വളർച്ചാ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്? ബാല്യത്തിലാണ് അല്ലെ, ചൈൽഡ്ഹുഡിലല്ല ഇപ്പോൾ ഉള്ളത് ആണോ, അല്ലെങ്കിൽ അഡോളസൻസിലോ? ചുവടെ നൽകിയ വിവരണം വായിച്ച് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന വളർച്ചാഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡോളസൻസ് എ സ്പെഷ്യൽ ഫേസ് ഇൻ ലൈഫ്. കൗമാരം സവിശേഷതകളുടെ ഒരു കാലമാണ്. അഡോളസൻസ് ഇസ് എ പീരീഡ് ഓഫ് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. ദിസ് ഇസ് എ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ചസ് ഫ്രോം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ്. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, the adolescence period is from 11 to 19 years. This is a period from the onset of a puberty to the completion of physical growth. Puberty relates to the physical changes that occurs in individuals, thereby making them capable of reproduction. In each individual, the adolescence begins with physical changes, development of brain, rapid increases in height and weight, and increased efficiency of glands are the significant features of this period. എന്താണ് ജീവശാസ്ത്രപരമായ സവിശേഷതകളുടെ കാലമാണ് എന്ത് കൗമാരം എന്ന് പറയുന്നത് അല്ലെ. ഒരു ബാല്യത്തിൽ നിന്നെന്താണ് പൂർണ്ണ വളർച്ചയിലേക്ക് വേഗത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണിത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം എന്താണ് 11 മുതൽ 19 വയസ്സ് വരെയാണ് എന്ത് ഈ അഡോളസൻസ് അല്ലെ, കൗമാരകാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഏതിലുള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 11 മുതൽ 19 വയസ്സ് വരെയാണ് എന്ത് കൗമാരകാലം എന്ന് പറയുന്നത്. അപ്പൊ അഡോളസൻസ് ടൈം ആണല്ലേ നിങ്ങൾ. പിന്നെന്താണ് പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണയാകുന്നത് വരെയുള്ള കാലഘട്ടമാണിത്. സന്തോത്പാദന സജ്ജരായ വ്യക്തികളാകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ശരീര മാറ്റങ്ങളാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും അല്ലെ, ശാരീരിക മാറ്റങ്ങൾ. ചിലർ സൗണ്ടുകൾ മാറാൻ തുടങ്ങും, അങ്ങനെ പല എന്താണ് ഈ ടൈമിലാണ് നടക്കുന്നത് അല്ലെ. ഓക്കെ, ഓരോ വ്യക്തിയിലും കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായ ശരീരമാറ്റങ്ങളിൽ തുടങ്ങുന്നു അല്ലെ. എന്താണ് ഓരോ വ്യക്തിയിലും എന്താണ് കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായ ശാരീരിക മാറ്റങ്ങളിൽ തുടങ്ങുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഈ ഗ്ലാൻസിന്റെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം എന്താണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെ. ആൺകുട്ടികളെ അപേക്ഷിച്ച് എന്താണ് ചേഞ്ചസ് റിലേറ്റഡ് ടു, ഞാൻ ബോയ്സിനാണ് പറഞ്ഞിട്ട് സൗണ്ടിന്റെ മാറ്റം ഉണ്ടാവുന്നുള്ളത്. ഗേൾസിനാണെങ്കിൽ സ്വീറ്റ് സൗണ്ട് ആവും, ബോയ്സിന്റെ ഒരു സ്ട്രോങ് സൗണ്ട് ആവും അല്ലെ. ചേഞ്ചസ് റിലേറ്റഡ് ടു അഡോളസൻസ് ആർ more rapid in girls than in boys. This is because the parts of brain that control physical and mental changes develop rapidly in girls. Along with the rapid physical changes, intense mental and emotional changes makes അഡോളസൻസ് എ സിഗ്നിഫിക്കന്റ് പീരീഡ് ഇൻ വൺസ് ലൈഫ്. എന്താണ് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാരഘട്ട വളർച്ച എന്താണ് വേഗത്തിൽ നടക്കുന്നു. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ കാരണം. ഈ ദ്രുതഗതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം എന്താണ് തീവ്രമായ മാനസിക വൈകാരിക മാറ്റങ്ങൾ എന്താണ് ചേർന്ന് ഈ കൗമാരത്തെ എന്താണ് സവിശേഷമായ മാറ്റുന്നു അല്ലെ. എന്താണ് ഒന്നുകൂടി പറഞ്ഞാൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ എന്താണ് കൗമാരഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നുണ്ട് അല്ലെ. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ എന്താണ് പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുകയാണ് അല്ലെ എന്നതാണ് ഇതിന് കാരണം. ഈ പെട്ടെന്നുള്ള ഈ ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം എന്താണ് തീവ്രമായ മാനസിക വൈകാരിക മാറ്റങ്ങൾ എന്താണ് ചേർന്ന് കൗമാരത്തെ എന്താണ് സവിശേഷമായ കാലഘട്ടമാക്കി മാറ്റുന്നു. ഇനി നോക്കൂ, അനലൈസ് ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ദ മേജർ ഫിസിക്കൽ ചേഞ്ചസ് ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. എന്താ ചൂടെ തന്നിരിക്കുന്ന കൗമാരഘട്ടത്തിലെ മുഖ്യ ശാരീരിക മാറ്റങ്ങൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ ഇൻഫറൻസ് എന്താണ് ഈ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസൻസ്, എന്താ കൗമാരഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ. ബോയ്സിൽ നോക്കൂ, ഗേൾസിലും നോക്കൂ, പറയാം. ബോയ്സ് രണ്ടാളും കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ബോയ്സിലാണെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് അല്ലെ, വളർച്ച എന്താണ് ഫാസ്റ്റ് ആണ് അല്ലെ. അതുപോലെ ഗേൾസിലും എന്താണ് ഫാസ്റ്റ് ഗ്രോത്ത്. ഗ്രോത്ത് ഓഫ് സെക്സ് ഓർഗൻസ് ഗെയിൻസ് മൊമെന്റം. ഇവിടെ ഗ്രോത്ത് ഓഫ് സെക്സ് ഓർഗൻസ് ഗെയിൻസ് മൊമെന്റം. എന്താണ് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്താണ് ദ്രുതഗതിയിലാകുന്നു അല്ലെ. അതുപോലെ ഗേൾസിലും എന്താണ് ലൈംഗിക അവയവങ്ങളുടെ വളർച്ച എന്താണ് ദ്രുതഗതിയിലാവുന്നു അല്ലെ. Then hair grows in various parts of the body. എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് രോമങ്ങൾ വളരുന്നു അല്ലെ. പാർട്സ് ഓഫ് ദ ബോഡിയിലും എന്താണ് ഈ ഹെയർ വളരുന്നുണ്ട്. എവിടൊക്കെയാണ് പ്യൂബിക് റീജിയൻ,
ആംപിറ്റ്സ്, ഫേസ്, ചെസ്റ്റ്. എന്താണ് ഇവിടെ പറയുന്നത്? ജനനേന്ദ്രിയ ഭാഗം, അതുപോലെ എന്താണ് കക്ഷം, മുഖം, മാറ്, ഇവിടെയൊക്കെ എന്താണ് ബോയ്സിന് രോമങ്ങൾ വളരുന്നുണ്ട് അല്ലെ. പിന്നെ ഹെയർ ഗ്രോസ് ഇൻ ദ പ്യൂബിക് റീജിയൻ ആൻഡ് ദി ആംപിറ്റ്സ്. എന്താണ് ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും എന്താണ് പെൺകുട്ടികളിലും രോമങ്ങൾ വളരുന്നുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് ബോയ്സിൽ നോക്കിയേ, പിച്ച് ഓഫ് ദ വോയിസ് ഡീപെൻസ് അല്ലെ. ശബ്ദത്തിന് എന്താണ് ഗാംഭീര്യം കൂടുന്നു അല്ലെ. പിച്ച് ഓഫ് ദ വോയിസ് ബിക്കംസ് ഷാർപ്പ്. ഗേൾസിന്റെ കാര്യത്തിലോ അവരുടെ എന്താണ് ശബ്ദ സൗകുമാരി എന്താണ് കൂടുതൽ നല്ല ഷാർപ്പ് ആവുന്നുണ്ട് അല്ലെ, നല്ലൊരു സ്വീറ്റ് ആവുന്നുണ്ട്. ഗ്ലാൻസ് ഇൻ ദ സ്കിൻ ബിക്കം മോർ ആക്റ്റീവ്. പിന്നെന്താണ് ത്വക്കിലെ ഈ ഗ്ലാൻസുകളുടെ പ്രവർത്തനം എന്താണ് വർദ്ധിക്കുന്നു അല്ലെ. സ്കിന്നിലുള്ള ഗ്ലാൻസിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ്? ഗ്ലാൻസ് ഇൻ ദ സ്കിൻ ബിക്കം മോർ ആക്റ്റീവ്, ബ്രസ്റ്റ് ഡെവലപ്പ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ സ്കിന്നിലുള്ള ഗ്ലാൻസുകളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു, അതുപോലെ ബ്രസ്റ്റ് വളർച്ച എന്താണ് സ്തന വളർച്ച ഉണ്ടാകുന്നു അല്ലെ, മാറിടൊക്കെ വലുതാവുന്നുണ്ട് ആ ടൈമിൽ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഷോൾഡർ ബോൺസ് എക്സ്പാൻഡ്. എന്താണ് തോളലുകൾക്ക് വികാസം സംഭവിക്കുന്നു അല്ലെ. ഷോൾഡർ ബോൺസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, തോളലുകൾക്ക് എന്താണ് വികാസം സംഭവിക്കുന്നു. ഹിപ്പ് ബോൺസ് വൈഡൻ. ഇവിടെ എന്താ ഇടുപ്പല്ലുകൾക്ക് അല്ലെ, ഹിപ്പ് ബോൺസിനാണ് എന്താ ഇവിടെ വികാസം സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബോയ്സിന് എന്താണ്? ഇജാക്കുലേഷൻ സ്റ്റാർട്ട്. എന്താണ് ശുക്ലവിസർജനം ആരംഭിക്കുന്നു. ഇവിടെയോ ഗേൾസിന്റെ കേസിലോ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, ആർത്തവം ആരംഭിക്കുന്നു ഈ ഗേൾസിന്റെ കേസിൽ അല്ലെ. ഇവിടെ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ അഡോളസൻസിന്റെ കൗമാരഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങളാണ് ബോയ്സിന്റെയും ഗേൾസിനും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഇവിടെ നോക്കി ഒരു ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുക. വാട്ട് ഈസ് അഡോളസൻസ്? എന്താണ് അഡോളസൻസ്? എന്താണ് കൗമാരകാലം? ഹൗ ഡസ് അഡോളസൻസ് ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ? അപ്പോൾ ഈ കൗമാര വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സ്വാധീനിക്കുന്നത് എങ്ങനെ? വൈ ഇസ് ദ റേറ്റ് ഓഫ് അഡോളസൻസ് ഗ്രോത്ത് ഹയർ ഇൻ ഗേൾസ് ദാൻ ഇൻ ബോയ്സ്? പെൺകുട്ടികളിൽ ആൺകുട്ടികളേക്കാൾ വേഗത്തിൽ കൗമാരഘട്ട വളർച്ച നടക്കാൻ കാരണം എന്ത്? ഈസ് ദർ എനി നീഡ് ടു ദ ആങ്ഷ്യസ് അബൌട്ട് ദ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസൻസ്? വൈ? കൗമാരകാലത്തെ ശാരീരിക മാറ്റങ്ങളിൽ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ടോ? എന്തുകൊണ്ട്? വേണോ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ടോ? വേണ്ട അല്ലെ. ദെൻ നോക്കൂ, അനീമിയ കോസസ് ആൻഡ് റെമഡീസ്. ഇനി എന്താ അനീമിയ? കാരണങ്ങളും പരിഹാരങ്ങളും ഉണ്ട് അല്ലെ. അനീമിയ ഇസ് എ കണ്ടീഷൻ കോസ്ഡ് ഐദർ ബൈ റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് റെഡ് ബ്ലഡ് corpuscles in blood or by the deficiency of hemoglobin, the pigment in red blood corpuscles. When anemic blood loses its capacity to carry oxygen and the person feels weak and exhausted. It also causes loss of memory and concentration as anemia affects the brain's efficiency. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണിത് അനീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണമാണെന്ത്? വിളർച്ച. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും മെമ്മറിയും ഏകാഗ്രതയും കുറയാനും ഇതിന് കാരണമാകുന്നു. ഡെഫിഷ്യൻസി ഓഫ് അയൺ ഇൻ ദ ബോഡി ഈസ് വൺ ഓഫ് ദ കോസസ് of anemia. It can be remedied by including iron-rich food items in the diet. Though iron tablets may be used as an immediate solution, it is advisable to ensure the availability of nutrients through regularization of food habits. എന്താണ് അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണെന്ത്? ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം. പെട്ടെന്നുള്ള പരിഹാരമായി അയൺ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. എന്താണ് അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണെന്ത്? ശരീരത്തിന്റെ ഇരുമ്പിന്റെ അതായത് അയണിന്റെ ഡെഫിഷ്യൻസി ഓഫ് അയൺ, ഇരുമ്പിന്റെ അഭാവം. അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് എന്ത്? ഡെഫിഷ്യൻസി ഓഫ് അയൺ. ശരീരത്തിലെ ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പെട്ടെന്നുള്ള പരിഹാരമായി എന്താണ്? നമുക്ക് അയൺ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. അഡോളസൻസ് ആൻഡ് ഫുഡ്. ഇനി എന്താ? കൗമാരവും ഭക്ഷണമാണ് അല്ലെ. പ്രോപ്പർ ന്യൂട്രീഷൻ ഈസ് നെസസറി ഫോർ റാപ്പിഡ് ഗ്രോത്ത്. ഡു യു ഫോളോ ഫുഡ് ഹാബിറ്റ്സ് ദാറ്റ് എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്? റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ.
എന്താണ് ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ശരിയായ പോഷണം ആവശ്യമാണ് അല്ലെ. ഈ പോഷണ ലഭ്യത ഉറപ്പുവരുത്തുന്ന ഭക്ഷണശീലമാണോ നിങ്ങൾ പിന്തുടരുന്നത്? ചൂടെ നൽകിയ പത്രവാർത്ത ഒന്ന് ശ്രദ്ധിക്കുക. ന്യൂഡൽഹി, ഇൻ ഇന്ത്യ 56% of adolescent girls and 30% of adolescent boys suffer from chronic anemia due to the deficiency of iron. To prevent this, the Ministry of Health has launched a project to supply iron tablets to 13 crores of students coming under the age group of 10 to 19 years. ന്യൂഡൽഹി, എന്താണ് ഇന്ത്യയിലെ കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ 56%, അതുപോലെ ആൺകുട്ടികളിൽ 30% എന്താണ് പേർക്ക് ഇരുമ്പിന്റെ അഭാവം മൂലമുള്ള അയണിന്റെ ഡെഫിഷ്യൻസി മൂലമുള്ള ഗുരുതരമായ അനീമിയ രോഗം. ഇത് തടയുന്നതിന് 10 മുതൽ 19 വരെയുള്ള പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം അയണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താണ് കുട്ടികൾക്ക് അനീമിയ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ ആ ഗുളിക കൊടുക്കുകയാണെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. വാട്ട്സ് ദ സർക്കംസ്റ്റൻസ് ദാറ്റ് led to the supply of iron folic acid tablets to students. അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യത്തെ മറികടക്കുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിനുള്ള പങ്ക് എന്ത്? ഹൗ ഷുഡ് ദ ഫുഡ് ഹാബിറ്റ്സ് ബി റെഗുലറൈസ്ഡ് സോ ആസ് ടു എൻഷ്യൂർ ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ബോഡി ഇൻ അഡോളസൻസ്? കൗമാരത്തിലെ വേഗത്തിലുള്ള ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ലഭ്യത ഉറപ്പുവരുത്താൻ ഭക്ഷണരീതി എങ്ങനെ ക്രമീകരിക്കണം ചർച്ച ചെയ്യാൻ അല്ലെ. ഫുഡ് certain tips to follow. ഇനി എന്താണ് ഭക്ഷണം ചില മാർഗനിർദ്ദേശങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് സ്കിപ്പ് ഇറ്റ് ഡ്യൂറിങ് ബിസി ഷെഡ്യൂൾ. ഇതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്താണ് കഴിക്കാറുണ്ട്? അധികം ആൾക്കാരും ഇല്ല അല്ലെ. ചിലപ്പോൾ എന്താണ് തിരക്കിട്ടിട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തയ്യാറില്ല എന്നും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകില്ല. അങ്ങനെ ഇതാവരുത് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കാം അല്ലെ. പ്രഭാത ഭക്ഷണം പ്രധാനമാണ് അല്ലെ. തിരക്കിനിടയിൽ എന്താണ് അത് ഒഴിവാക്കാൻ പാടില്ല. ഹാവ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം. എന്താ ശരിയായ സമയത്ത് എന്താണ് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. ചൂസ് എ ഡയറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് പൾസസ്. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് കുറയ്ക്കുക. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ എന്താക്കുക? ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക അല്ലെ. റെഡ്യൂസ് ചെയ്യുക. പിന്നെന്താ അവിടെ പറയുന്നത്? യൂസ് ഷുഗർ ആൻഡ് സോൾട്ട് ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. പഞ്ചസാര, ഉപ്പ് എന്നിവ എന്താ മിതമായി ഉപയോഗിക്കുക. ഡു നോട്ട് ബി ഹാബിറ്റുവേറ്റഡ് ടു ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. എന്താ കുപ്പിപ്പാനീയങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ ശീലമാക്കാതിരിക്കുക. റിമെമ്പർ ദാറ്റ് ചോക്ലേറ്റ്, സ്വീറ്റ്സ് ആൻഡ് ഐസ്ക്രീംസ് ആർ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം എന്നിവ എന്താണ് ആരോഗ്യത്തിന് ഗുണകരമല്ലെന്ന് ഓർക്കുക. പിന്നെന്താണ്? Keep in mind that excessive likes and dislike of food items will adversely affect health. ആഹാര സാധനങ്ങളോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും എന്താണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തിരിച്ചറിയുക. Develop the habits using seasonal leafy vegetables and fruits available in the locality. എന്താണ് ഓരോ കാലത്തും നാട്ടിലുണ്ടാകുന്ന ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ ശീലിക്കുക. Okay, then adolescence a period of challenges. Adolescence and the concept of beauty. അതേ നോക്കല്ലേ. കൗമാരവും സൗന്ദര്യ സങ്കല്പവും അല്ലെ. The heroic images created by the media with commercial interest influence the adolescent minds very quickly. Adolescents are very conscious about their body. They mistake external appearance for personality. This makes them use synthetic cosmetics, change their food habits and follow unscientific exercises. It may cause a severe health problem. The eating disorder known as anorexia is an example. Regular skipping of food with an intention to make the body slim may cause an aversion to food which is called anorexia. എന്താണ് മാധ്യമങ്ങളും മറ്റും വാണിജ്യ താല്പര്യത്തോടെ സൃഷ്ടിക്കുന്ന നായിക സങ്കല്പങ്ങൾ കൗമാരക്കാരെ വേഗത്തിൽ സ്വാധീനിക്കും. സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധമുള്ളവരാകുന്ന കാലഘട്ടമാണ് ഈ കൗമാരം എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ടൈമിൽ എന്താണ് നമ്മളെ ബോഡി അതുവരെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ കൂട്ടാൻ നോക്കുന്ന ടൈമാണ് അല്ലേ. പുറമോടിയാണ് വ്യക്തിത്വം എന്ന് തെറ്റിദ്ധരിച്ച് കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നതും വ്യായാമ മുറകൾ അശാസ്ത്രീയമായി പിന്തുടരുന്നതും എന്താണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം എന്താണ് ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അനോറക്സിയ പോലുള്ള രോഗാവസ്ഥക്ക് ഇതിന് ഉദാഹരണമാണ് അല്ലേ. ഇപ്പം എന്താണ് നമ്മൾ ശരീരം മെലിയാൻ വേണ്ടി അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ആവശ്യത്തിനുള്ള ഫുഡും ഇതൊക്കെ നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ, ദെൻ അഡോളസൻസ് എ പീരീഡ്
ഓഫ് ചലഞ്ചസ് എന്താണ് കൗമാരം വെല്ലുവിളികളുടെ ഒരു കാലമാണ് അല്ലെ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ഡ്യൂറിംഗ് അഡോളസൻസ് cause mental and emotional disturbances. The adolescent loses the consideration and freedom of a child which he or she used to enjoy. At the same time, he or she does not get recognition as an adult either. It causes identity crisis. A lack of awareness about one's own personality during this period leads to immature decision making. As a result, an adolescent may fall prey to evil influences such as limitations tendency, bad friendship and bad habits, misuse of mobile phones and internet, etc. It is essential to overcome these challenges and keep away from exploitations and temptations. In short, your ability to say no to whoever approaches you with a wrong intention will protect you from dangers. എന്താണ് കൗമാരകാലത്ത് ഹോർമോൺ ഉൽപാദനത്തിലും തലച്ചോറിന്റെ വികാസത്തിലും ഉണ്ടാകുന്ന ചടുലമായ മാറ്റങ്ങൾ മാനസിക വൈകാരിക പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകും. കുട്ടി എന്ന നിലയിൽ ലഭിച്ചിരുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും നഷ്ടമാവുകയും എന്നാൽ മുതിർന്ന വ്യക്തിയായി അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്താണ് സമൂഹത്തിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കും. വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടാത്തതും തീരുമാനങ്ങളിലെ പക്വതക്കുറവ് മൂലം അനുകരണ ഭ്രമം, ചീത്ത കൂട്ടുകെട്ട്, ദുശ്ശീലങ്ങൾ, മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിന് എന്താണ് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനോടൊപ്പം എന്താണ് ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വിധേയരാകാതിരിക്കുകയും വേണം അല്ലെ. തെറ്റായ ഉദ്ദേശത്തോടെ സമീപിക്കുന്നവർ ആരായിരുന്നാലും ഉറച്ച ശബ്ദത്തോടെ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ ഈ പ്രായം എന്ന് പറയുന്നത് എന്താണ് ചെറിയ കുട്ടിയിൽ നിന്ന് മാറിയില്ലേ. അപ്പൊ ചെറിയ കുട്ടി എന്നുള്ളതും പക്ഷെ വലിയൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കരുതപ്പെടുന്നില്ല അല്ലെ. ആ ഏജാണ് ഇപ്പോൾ അല്ലെ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താക്കരുത് ഇതില് ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടുത്തുക ചെയ്യുക. അതുപോലെ എന്താണ് ഈ തീരുമാനത്തിലെ പക്വത കുറവ് മൂലം എന്താണ് നിങ്ങൾക്ക് അനുകരണ ഭ്രമവും ചീത്ത കൂട്ടുകെട്ടും ദുശ്ശീലങ്ങളും മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിന് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത് കേട്ടോ. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനോടൊപ്പം എന്താണ് നിങ്ങൾക്ക് ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും എന്താണ് വിധേയരാകാതിരിക്കുകയും വേണം അല്ലെ. തെറ്റായ ഉദ്ദേശത്തോടെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ എന്താണ് നിങ്ങൾ ഉറച്ച ശബ്ദത്തോടെ എന്താണ് നോ എന്ന് പറയണം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്താ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം എന്താണ് നമ്മളെ പല ഡേഞ്ചേഴ്സിൽ നിന്നും നമ്മളെ രക്ഷിക്കും. ഓക്കെ, ദെൻ അഡിക്റ്റീവ് ഹാബിറ്റ്സ് അടിമപ്പെടുത്തുന്ന ശീലങ്ങളുണ്ട് അല്ലേ. 3.3 മില്യൺ ലൈവ്സ് ആർ ലോസ് ഡ്യൂ ടു ആൽക്കഹോളിസം എവ്രി ഇയർ. ലോകത്ത് മദ്യപാനം മൂലം പ്രതിവർഷം നഷ്ടപ്പെടുന്നത് എത്രയാണ്? 3.3 ദശലക്ഷം മനുഷ്യജീവനുകളാണ് അല്ലേ. സ്മോക്കിംഗ് കിൽസ് നിയർലി 6 മില്യൺ പീപ്പിൾ എവറി ഇയർ ഓൾ ഓവർ ദ വേൾഡ്. പുകവലി മൂലം എന്താണ് ലോകമെമ്പാടും ഓരോ വർഷവും മരിക്കുന്നത് എന്താണ് 6 മില്യൺ പീപ്പിൾ ആണ് അല്ലേ. പിന്നെന്താണ് യൂസ് ഓഫ് ഡ്രഗ്സ് കോസസ് ദ ഡെത്ത് ഓഫ് 2 lakhs എവറി ഇയർ. എന്താണ് മയക്കുമരുന്ന് ഉപയോഗം എന്താണ് വഴി ലോകത്ത് പ്രതിവർഷം മരിക്കുന്നത് എന്താണ് 2 ലക്ഷം പേരാണ് അല്ലേ. അപ്പോൾ ഡിഡ് യു ഒബ്സർവ് ദ ഹെഡ്ലൈൻസ്? ഈ വാർത്താ തലക്കെട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. ദീസ് ആർ ബാഡ് ഹാബിറ്റ്സ് വി ബിക്കം അഡിക്റ്റഡ് ടു യൂസ്ഡ് ഇനീഷ്യലി ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി ഓർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ്. ദേ സബ്ഡ്യൂ ആസ് physiologically and we cannot escape even if we desire to do so. എന്താണ് കൗതുകത്താലോ കൂട്ടുകാരുടെ സ്വാധീനത്താലോ ഒരിക്കൽ ഉപയോഗിച്ചാൽ എന്താണ് അറിയാതെ അടിമപ്പെട്ടു പോവുകയും പിന്നീട് ആഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം എന്താണ് മാനസികമായി നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നവയാണെന്ത് ഈ ദുശ്ശീലങ്ങൾ അല്ലേ. എന്താണ് നമ്മൾ കൗതുകത്തോടോ അല്ലെങ്കിൽ കൂട്ടുകാർ നിർബന്ധിക്കുകയാണ് എന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരിക്കലും ഉപയോഗിച്ചാൽ എന്താണ് അറിയാതെ അടിമപ്പെട്ടു പോവുകയും ചെയ്യും അല്ലേ. പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ ഇന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം എന്താണ് മാനസികമായി നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ദുശ്ശീലം. അതുകൊണ്ട് നിങ്ങൾ എന്താക്കരുത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ഡ്രഗ്സ് ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും അതുപോലെ എന്താണ് ഇവിടെ പറയുന്നത് ആൽക്കഹോളിസം ഒക്കെ ആണെങ്കിൽ എന്താണ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ നല്ല മക്കളായി വളരുക. ഓക്കെ, ഓർഗനൈസ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് അഗെയിൻസ്റ്റ് സച്ച് ബാഡ് ഹാബിറ്റ്സ് അണ്ടർ ദ ഓഫീസസ് ഓഫ് ദ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ്. സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദുശ്ശീലങ്ങൾക്കെതിരായ ഒരു ബോധവൽക്കരണ പരിപാടി എന്താണ് നിങ്ങൾ ഏറ്റെടുത്തിട്ട് അത് നടപ്പിലാക്കുക. ഓക്കെ, in front of the computer I forget everything. I am not able to concentrate on my studies. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന എല്ലാം മറക്കും, പഠനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനേ കഴിയുന്നില്ല എന്ന് പറയാനല്ലേ. എവറിബഡി സേസ് ദാറ്റ് റെക്ലെസ്നെസ് ഈസ് ഡേഞ്ചറസ് ബട്ട് ഐ ലൈക്ക് ബീങ് അഡ്വഞ്ചറസ്. എടുത്തുചാട്ടം കൂടുതലാണ്, അത് അപകടം വരുത്തി വെക്കുമെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ ഞാൻ സാഹസികത ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ. ഡിഡ് യു നോട്ടീസ് ദ ഇല്ലുസ്ട്രേഷൻ? ഈ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ
ശ്രദ്ധിച്ചോ? എക്സ്ട്രീം റാഷ്നസ് and misuse of mobile phone and computers are dangerous bad habits are in the എന്താണ് ഈ അഡ്വഞ്ചറസിൽ അമിത സാഹസികതയും മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ദുരുപയോഗം എന്താണ് അപകടകരമായ ദുശീലങ്ങൾ തന്നെയല്ലേ ആണ് അല്ലേ. വിച്ച് ആർ ദ അതർ സിമിലർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഡോളസൻസ്. ഇതുപോലെ കൗമാരക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഹൗ ക്യാൻ വി ഓവർകം സച്ച് പ്രോബ്ലംസ്? ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ മറികടക്കാം, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൈഡിൽ എന്താ കൊടുക്കുന്നത്? പാത്ത് ടു ഡിസ്ട്രക്ഷൻ. എന്താണ് പാത്ത് ടു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? നാശത്തിലേക്കുള്ള വഴി അല്ലേ. Tobacco contains more than 7,000 chemicals such as nicotine, benzene, etc. About 70 of these chemicals are carcinogens. Smoking reduces the diameter of blood capillaries and prevent the diffusion of oxygen into the tissue. Smoking and the use of tobacco product are the main causes of cancer in the mouth, lungs, throat, esophagus, etc. Collect information regarding the health and social issues caused by smoking, alcoholism, drug addiction, etc. Record them in your science diary. എന്താണ് പറയുന്നത്? നിക്കോട്ടിൻ, ബെൻസീൻ എന്നിങ്ങനെ 1000-ലധികം കെമിക്കൽ സബ്സ്റ്റൻസുകളൊക്കെ എന്താണ് ഈ പുകയിലയിലുണ്ട് അല്ലേ. ഇവയിൽ 70ഓളം രാസവസ്തുക്കൾ എന്താണ് ക്യാൻസറിന് കാരണമാകുന്നു. പുകവലി എന്താണ് രക്തക്കൊഴലുകളുടെ വ്യാസം കുറയ്ക്കുന്നതിനാൽ ശരീര എന്താണ് ബോഡി ടിഷ്യൂവിൽ എന്താണ് ഓക്സിജൻ എത്തുന്നതിന് തടസ്സമാകുന്നു അല്ലേ. വായുവിലും ശ്വാസകോശത്തിലും തൊണ്ടയിലും അന്നനാളത്തിലും ഉണ്ടാകുന്ന ക്യാൻസറിന്റെ പ്രധാന കാരണം എന്താണ്? ഈ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നിവ സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് വിവരശേഖരണങ്ങൾ നടത്തിയിട്ട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എന്താ ഒരു നോട്ടീസോ അല്ല എന്താണ് ഒരു പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താ ഇവിടെ പറയുന്നത്? നീഡ് ഫോർ അസർട്ടീവ്നെസ്. എന്താണ് നീഡ് ഫോർ അസർട്ടീവ്നെസ്? ഉറച്ച പ്രതികരണത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇഫ് വി ക്യാൻ സേ ആൻ എംഫാറ്റിക് നോ അറ്റ് ദ റൈറ്റ് ടൈം വി ക്യാൻ അവോയ്ഡ് മെനി ഡേഞ്ചേഴ്സ് അല്ലെ. എന്താ തക്ക സമയത്ത് ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാൻ ശീലിച്ചാൽ എന്താണ് പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടുവാർഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ പ്രസ്താവനയോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കുന്നു? ശരിയല്ലേ കുട്ടി പറഞ്ഞത്? ക്യാൻ യു സൈറ്റ് സച്ച് ഇൻസ്റ്റൻസസ്? എന്തെല്ലാമാണ് ഇത്തരം സന്ദർഭങ്ങൾ? ഹൗ വിൽ യു റെസ്പോണ്ട് ഇഫ് സച്ച് ഇൻസ്റ്റൻസ് ഒക്കർ ഇൻ യുവർ ലൈഫ്? ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ഹെൽപ്പിംഗ് ഹാൻഡ്സ് നോക്കൂ. സർവീസ് ഓഫ് എ നേഴ്സ് അല്ലേ. എന്താ ഒരു നേഴ്സിന്റെ സേവനം. ഹെൽത്ത് ക്ലബ്ബ്. പിന്നെന്താണ് സംശയങ്ങൾ ഇതിലിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെന്താ ഇവിടെ പറയുന്നത്? മെഡിക്കൽ ക്യാമ്പ്, സർവീസ് ഓഫ് എ കൗൺസിലർ. മെഡിക്കൽ ക്യാമ്പുകളുടെ കൗൺസിലറുടെ സേവനം അല്ലേ. ആർ സച്ച് ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ സ്കൂൾ? ഇത്തരം സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ലഭ്യമാണോ? ഹൗ ക്യാൻ വി മേക്ക് യൂസ് ഓഫ് ദീസ് ഫെസിലിറ്റീസ്? എന്തെല്ലാം തരത്തിൽ ഈ സൗകര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം? ഡിസ്കസ്. ദെൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ഇനി എന്താണ്? വ്യക്തിത്വ വികാസ കളരികൾ അല്ലേ. എന്താണ്? വി ഹാവ് around us a lot of possibilities for personality development. Participate in collective efforts in and outside the school that help us nurture our talents and also develop and promote services, mentality, leadership and discipline. Develop and grow as impressive personalities. എന്താണ്? വ്യക്തി വികാസത്തിന് ഉതകുന്ന നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. സ്വന്തം കഴിവുകൾ പരിപോഷിപ്പിക്കാനും സേവന ശ്രദ്ധത, നേതൃപാഠവും അച്ചടക്കം തുടങ്ങിയ നല്ല ശീലങ്ങൾ ആർജിക്കാനും നമ്മെ സഹായിക്കുന്ന സ്കൂളിനകത്തും പുറത്തുമുള്ള സംഘടിത ശ്രമങ്ങളിൽ എന്താണ് പങ്കാളിയാവുക. മറ്റുള്ളവരിൽ മതിപ്പുണ്ടാകുന്ന വ്യക്തികളായിട്ട് വളരുകയും ചെയ്യാം. അങ്ങനെ ചെയ്യണം. മറ്റുള്ളവരിൽ എന്താണ് നമുക്ക് ഒരു മതിപ്പുണ്ടാവണം. അവനെ ഓക്കെയാണ്, നല്ല കുട്ടിയാണ്, ഇങ്ങനെ ആവണം കുട്ടികൾ, അങ്ങനെയൊക്കെ അല്ലേ മതിപ്പുണ്ടാകുന്ന അങ്ങനത്തെ വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾ മാറുക. അതിന് നമ്മൾ എന്താണ് നന്നായി പരിശ്രമിക്കണം അല്ലേ. വെറുതെ നടത്താൻ പറ്റൂല അല്ലേ. അങ്ങനത്തെ എന്താണ് അങ്ങനെ എന്താ വ്യക്തിത്വം ഉള്ള ഒരു നല്ല പതിപ്പുണ്ടാകുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഓക്കെ. ദെൻ ഹെൽത്ത് ക്ലബ്, ഹെൽത്ത് അവയർനെസ് ക്ലാസ്. Health awareness class, adolescent health issue, paper presentation by Dr. Priyam Vada, Venue, School Auditorium, all are welcome. ഇവിടെ ഒരു നോട്ടീസാണ് അല്ലേ ഹെൽത്ത് ക്ലബിൻ്റെ അല്ലേ. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആണ് അല്ലേ. എന്താണ്? കൗമാരക്കാല ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലേ ഇവിടെ പറയുന്നത്. ആരാണ് അവതാരക? ഡോക്ടർ പ്രിയംവദയാണ്. വേദി എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അല്ലേ. സച്ച് പ്രോഗ്രാംസ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ടു. ഇത്തരം പരിപാടികൾ നിങ്ങളുടെ സ്കൂളിലും സംഘടിപ്പിക്കാമല്ലോ. വാട്ട് ഓൾ ടോപ്പിക്സ് മേ ബി ഡിസ്കസ്ഡ് ഇൻ സച്ച് എ പ്രോഗ്രാംസ്? ഇത്തരം ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തെല്ലാം ആയിരിക്കണം?
ലിസ്റ്റ് ഔട്ട് യുവർ സജഷൻ. എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുക. ഈ നിങ്ങത്തെ അതായത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ളൊരു ഇത് തോന്നുന്നുണ്ടല്ലോ, അതെന്താണ് എന്തൊക്കെയായിരിക്കും എന്നാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ പുട്ട് യുവർ doubts in the question box and give it to the resource person who leads the class. It will make the class more effective. എന്താ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണ് ഒരു ചോദ്യപ്പെട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് ക്ലാസ് നയിക്കുന്നവർക്ക് നൽകുക. അത് ക്ലാസ് കൂടുതൽ ഉപകാരപ്രദമാകാൻ സഹായിക്കും. റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് ദ പ്രോഗ്രാം ഇൻ യുവർ സയൻസ് ഡയറി. പരിപാടിയുടെ റിപ്പോർട്ട് എന്താണ് നിങ്ങൾ ബുക്കിൽ എഴുതുക കേട്ടോ. ദെൻ അഡോളസൻസ് എ പീരീഡ് ഓഫ് എ പോസിബിലിറ്റീസ്. കൗമാരം സാധ്യതകളുടെ ഒരു കാലമാണ് അല്ലേ. സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം, ഐഡിയലിസം ആദർശം, ഡിസിഷൻ തീരുമാനങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങൾ, ഹോപ്സ് പ്രതീക്ഷകൾ. ഇതൊക്കെ വി ഹാവ് അറൌണ്ട് us many possibilities to develop as good individuals by overcoming challenges. We can create a better tomorrow if we judiciously make use of today's possibilities. എന്താണ് ഇവിടെ പറയുന്നത്, വെല്ലുവിളികളെ അതിജീവിച്ച് നല്ല വ്യക്തികളായി മുന്നേറാനുള്ള നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. വെല്ലുവിളികളെ അതിജീവിച്ചിട്ട് എന്താണ് നല്ല വ്യക്തികളായി മുന്നേറാനുള്ള നിരവധി സാധ്യതകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. ഇന്നിൻ്റെ സാധ്യതകൾ ബോധപൂർവം പ്രയോജനപ്പെടുത്തിയാൽ എന്താണ് മെച്ചപ്പെട്ട നാളെകൾ നമുക്ക് സൃഷ്ടിക്കാനാവും. അപ്പോൾ നല്ല കുട്ടികളായി വളരുക അല്ലേ, നമുക്ക് നല്ല ഡിസിഷൻ എടുക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല പ്രതീക്ഷകൾ, പിന്നെന്താ നല്ല ഒരു ഐഡിയലിസം, പിന്നെ നല്ലൊരു സെൽഫ് എസ്റ്റീം ആത്മാഭിമാനമൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി പോയിന്റുകളൊക്കെ എഴുതി വെക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. പിന്നെ എക്സാമിന് നല്ല ഫുൾ മാർക്ക് തന്നെ എല്ലാവരും വാങ്ങുക കേട്ടോ. ഓക്കെ, താങ്ക് യു.